റെയിൽവേ അറിയിച്ചാൽ അവർ തുടർ പ്രവർത്തനങ്ങൾ അവർ നടത്തും. അതിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കിട്ടി എന്നുള്ളതാണ്. നമ്മുടെ ആ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഈ അനുമതി ലഭിക്കുക എന്നുള്ളത്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. വലമ്പൂർ പൂപ്പലം റെയിൽവേ മേൽപ്പാലത്തിന് സതേൺ റെയിൽവേയുടെ സാങ്കേതിക അനുമതി. കഴിഞ്ഞ വർഷം നവംബർ 29 നവകേരള സദസ്സിൽ വലമ്പൂർ വികസന സമിതി സമർപ്പിച്ച പദ്ധതിയുടെ ആശയത്തിന് കൃത്യം ഒരു വർഷം തികയുമ്പോൾ തന്നെ സതേൺ റെയിൽവേയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. വലമ്പൂർ പൂപ്പലം മിനി ഓവർബ്രിഡ്ജ് നിർമ്മാണം റെയിൽവേക്ക് ഡെപ്പോസിറ്റ് വ്യവസ്ഥകളിൽ ഏറ്റെടുക്കാവുന്നതാണെന്നാണ് പാലക്കാട് ഓഫീസിൽ നിന്നുമുള്ള അനുമതി പത്രത്തിൽ പറയുന്നത്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായേക്കാവുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ടുഡേ ന്യൂസും വാർത്ത നൽകിയിരുന്നു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയെയും അപ്പാടെ വലയ്ക്കുന്ന കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായേക്കാവുന്ന പദ്ധതി എന്ന നിലയിലാണ് വലമ്പൂർ വികസന സമിതി വലമ്പൂർ പൂപ്പലം മിനി ഓവർബ്രിഡ്ജ് എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. കഴിഞ്ഞ വർഷം നവംബർ 29 നവകേരള സദസ്സിൽ വെച്ച പദ്ധതിക്കിപ്പോൾ സതേൺ റെയിൽവേയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ROBയുടെ നിർമ്മാണം റെയിൽവേക്ക് ഡെപ്പോസിറ്റ് വ്യവസ്ഥകളിൽ ഏറ്റെടുക്കാവുന്നതാണെന്നാണ് സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷനിൽ നിന്നുള്ള അനുമതി പത്രത്തിൽ പറയുന്നത്. കൃത്യം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പദ്ധതിക്ക് റെയിൽവേയിൽ നിന്നുള്ള അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വലമ്പൂർ വികസന സമിതി ഭാരവാഹികൾ. അതായത് 2023 നവംബർ മാസം 29 മങ്കടയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചത്. ആ ആവശ്യം ഉന്നയിച്ച് നവകേരള സദസ്സിൽ കത്ത് നൽകിയതിനു ശേഷം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് തോന്നിയതുകൊണ്ട് PWDയുടെ മഞ്ചേരി ഡിവിഷനിലേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു. അവർ ഈ സ്ഥലം സന്ദർശിച്ചു. വളരെ അനുയോജ്യമാണെന്ന് കണ്ടു, പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടു. അതായത് രണ്ട് ഭാഗവും 8 മീറ്റർ വീതിയുള്ള റോഡ് വന്ന് നിൽക്കുന്നു എന്നതാണ് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് എന്ന് അവർ ഞങ്ങളോട് നേരിട്ട് അറിയിച്ചു. പാലക്കാട് നിന്ന് വന്ന കത്ത് ഇതേ കത്ത് സംസ്ഥാന ഗതാഗത വകുപ്പിന് അവർ കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പിയാണ് ഞങ്ങൾക്കും അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പറഞ്ഞ മാതിരി അവർ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുകളോ, അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അവർക്കൊക്കെ ഇതിൽ ഫണ്ട് വെക്കാൻ കഴിയും. അങ്ങനെ ഫണ്ട് വെക്കാൻ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യമാണ് റെയിൽവേ ചോദിച്ചിട്ടുള്ളത്. ഫണ്ട് വെക്കാൻ തയ്യാറാണെന്ന് ഈ സർക്കാരും, അതായത് സ്റ്റേറ്റ് സർക്കാരായാലും ഉള്ള ജില്ലാ പഞ്ചായത്തായാലും ഇത് ഫണ്ട് വെക്കാൻ തയ്യാറാണെന്നൊരു ഇത് പറഞ്ഞാൽ, വാക്ക് റെയിൽവേ അറിയിച്ചാൽ അവർ തുടർ പ്രവർത്തനങ്ങൾ അവർ നടത്തും. അങ്ങാടിപ്പുറം പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലായി താഴെ പൂപ്പലം ഭാഗത്താണ് പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ ആനക്കയം സംസ്ഥാന പാതയെയും പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന മിനി ബൈപ്പാസായി വലമ്പൂർ പൂപ്പലം ഓവർബ്രിഡ്ജ് വരുന്നതോടെ ഈ പാത മാറുമെന്നും ഒരു പരിധിവരെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഈ പദ്ധതി കൊണ്ടാവുമെന്നുമാണ് കരുതുന്നത്. മങ്കട, മഞ്ചേരി ഭാഗത്തുനിന്നും വരുന്നവർക്ക് ഇതുവഴി എളുപ്പത്തിൽ ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ ആതുരാലയ നഗരിയിൽ എത്താനുമാകും. ഈ ഒരു മേൽപ്പാലം വരുന്നതോടുകൂടി മലപ്പുറം, മങ്കട, മഞ്ചേരി ഈ ഭാഗത്തു നിന്നെല്ലാം നിലമ്പൂർ അതുപോലെ തന്നെ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്കുള്ള ഒരു മിനി ബൈപ്പാസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് ഒരു വലമ്പൂരിലൊരു പ്രദേശവാസികളുടെ മാത്രം ഒരു ആവശ്യമല്ല, മറിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള നാട്ടിലുള്ള എല്ലാവർക്കും, ഈ പറഞ്ഞ ആളുകൾക്ക്, പ്രത്യേകിച്ച് മങ്കട, മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്ക് മണ്ണാർക്കാടേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം മണിക്കൂറുകളോളം അങ്ങാടിപ്പുറത്ത് നിന്ന് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ അതിന്ന് മാറി എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിന് താഴെ 5-6 മിനിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെരിന്തൽമണ്ണയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും വലമ്പൂക്കാരുടെ മാത്രം ഒരു ആവശ്യമായിട്ടല്ല ഇത് നമ്മൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഇത്ര ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇത് കാലങ്ങളായിട്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് 10-20 കൊല്ലമായിട്ട് നമ്മൾ ഈ ഒരു നാട്ടുകാരൊക്കെ തന്നെ ഇത് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഒരു മിനി ഓവർബ്രിഡ്ജ് എന്നുള്ളത്. പക്ഷേ അത് പലപ്പോഴും ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആ അപേക്ഷയിൽ മാത്രമായിട്ട് അത് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഈ നവകേരള സദസ്സിൽ ഇങ്ങനൊരു നിവേദനം സമർപ്പിക്കുന്ന സമയത്ത് അതിന് വളരെ സ്വീകാര്യത
അതിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കിട്ടി എന്നുള്ളതാണ്. പ്രദേശത്ത് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥരും PWD ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നു. പൂപ്പലം വലമ്പൂർ റെയിൽവേ ലൈനിന്റെ ഇരുവശത്തും റോഡ് എത്തി നിൽക്കുന്നതും ലാൻഡ് അക്വിസിഷൻ എളുപ്പമായിരിക്കുമെന്നതും പദ്ധതിയുടെ പ്ലസ് പോയിന്റായി ഉദ്യോഗസ്ഥ സംഘം വിലയിരുത്തുകയും ചെയ്തിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഫണ്ട് വയ്ക്കാൻ കഴിയുമെങ്കിൽ പദ്ധതി ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. വലമ്പൂർ വികസന സമിതിയുടെ ഇത്ര നാളത്തെ നമ്മുടെ ആ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ റെയിൽവേ നിന്ന് ഈ അനുമതി ലഭിക്കുക എന്നുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമായി. അപ്പോൾ ഇത് വലിയൊരു പ്രത്യാശ, വലിയൊരു ഇതാണ്, സഫലീകരണമാണ്. അപ്പോൾ ഇതിന് ഇനി തുടർ പ്രവർത്തികൾ ഞങ്ങൾ എന്തായാലും ഇത് യാഥാർത്ഥ്യമാവുന്നത് വരെ ഇതിൻ്റെ കൂടെ നിൽക്കും. നാട്ടുകാരായ പൊതുവായ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വികസന സമിതി എന്ന പേരിൽ തന്നെ ഈ ഒരു പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നടത്തും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങാടിപ്പുറം ഭാഗത്തെ കുരുക്കിൽ കിടക്കാതെ ഒരു പരിധിവരെ മങ്കട നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന പദ്ധതി എന്നതിനപ്പുറത്തേക്ക് വലമ്പൂരിലെ പ്രദേശവാസികളുടെയും ചിരകാല സ്വപ്നമാണിത്. നിലവിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് അങ്ങാടിപ്പുറത്തെ കുരുക്കിലും കിടന്നുവേണം വലമ്പൂർ നിവാസികൾക്ക് പെരിന്തൽമണ്ണയിലെത്താൻ. അതേസമയം വലമ്പൂർ പൂപ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പ്രദേശവാസികളുടെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.